ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം ഇന്ത്യൻ പാർലമെന്റിൽ ലോക്സഭയിൽ രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗത്തിൻ്റെ ഒരു അവലോകനത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യാൻ എനിക്ക് സന്തോഷമുണ്ട്. ഞാൻ ഈ വീഡിയോ ഇന്നലെ ചെയ്യേണ്ടതായിരുന്നു, മനഃപൂർവ്വം മാറ്റിവെച്ചതാണ്. കാരണം മറ്റുള്ളവർക്ക് പറയാൻ കഴിയുന്ന കാര്യങ്ങൾ അവർ പറയട്ടെ. പറയേണ്ടതും ജനശ്രദ്ധയിൽ ഇടം പിടിക്കേണ്ടതുമായ കാര്യങ്ങൾ അവഗണിക്കപ്പെട്ടു പോയാൽ അത് മാത്രം പരാമർശിക്കുന്ന ഒരു ദൗത്യത്തിലേക്ക് എൻ്റെ പരിശ്രമത്തെ പരിമിതപ്പെടുത്തണമെന്ന് എനിക്ക് താല്പര്യമുണ്ട്. അതുകൊണ്ട് പലരും ഇതിനെപ്പറ്റി നടത്തിയ അഭിപ്രായ പ്രകടനങ്ങൾ, പരാമർശങ്ങളൊക്കെ പരിശോധിച്ചപ്പോൾ യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗത്തിൻ്റെ തന്ത്രവും അതിൻ്റെ യന്ത്രവും വേണ്ട വിധത്തിൽ തിരിച്ചറിയുവാൻ കഴിയാതെ പോകുന്ന ഒരു സാഹചര്യത്തിൽ സാഹിത്യം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എന്താണ് യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിൻ്റെ പ്രത്യേകത, അത് വലിയ ശക്തി കേന്ദ്രങ്ങളെ പിടിച്ചു കുലുക്കാൻ പര്യാപ്തമായ ആ സ്വഭാവം എങ്ങനെയാണ് ആർജിക്കുന്നത് എന്നതിനെപ്പറ്റി അതറിയാൻ താല്പര്യമുള്ള അനേകം ആളുകൾ, ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ ഈ രാജ്യത്തുണ്ട് എന്നതുകൊണ്ട് പ്രത്യേകിച്ച് മലയാളികൾക്ക് ബോധ്യമാകത്തക്കവണ്ണം ഒരു വീഡിയോ ചെയ്യുന്നത് അത്യന്താപേക്ഷിതമാണ് എന്നെൻ്റെ മനസാക്ഷി എന്നെ ഹേമിച്ചത് കൊണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുകയാണ്. ആമുഖത്തിനധികം സമയം നഷ്ടപ്പെടുത്താതെ ഞാൻ നേരെ വിഷയത്തിലേക്ക് പ്രവേശിക്കട്ടെ. നമുക്ക് ഏതെങ്കിലും ഒരു പ്രസ്താവനയുടെയോ പ്രസംഗത്തിൻ്റെയോ സംഭവത്തിൻ്റെയോ യഥാർത്ഥത്തിലുള്ള സിഗ്നിഫിക്കൻസ്, അർത്ഥം, അതിൻ്റെ ഗാംഭീര്യം, അതിൻ്റെ ഇഫക്റ്റ് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ അതിൻ്റെ പശ്ചാത്തലം, അതിൻ്റെ കോണ്ടെക്സ്റ്റ് പരിഗണിക്കണം. ടെക്സ്റ്റും കോണ്ടെക്സ്റ്റും കൂടുമ്പോഴാണ് ഒരു പ്രസംഗത്തിൻ്റെയോ പ്രസ്താവനയുടെയോ ശക്തി, അതിൻ്റെ വീര്യം, ഊർജം, ആർജവം യഥാർത്ഥത്തിൽ എന്താണ്, അതിൽ പ്രവർത്തിക്കുന്ന മർമ്മം എന്താണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതാണ് നമ്മുടെ ശ്രമം. അപ്പോൾ ഈ ഒരു പ്രസംഗത്തിൻ്റെ പുറകിൽ, അതിൻ്റെ പശ്ചാത്തലത്തിൽ രണ്ട് പ്രധാനപ്പെട്ട ഘടകങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഒന്ന്, നമുക്കറിയാം, കഴിഞ്ഞ 22 വർഷങ്ങളിലായി രാഹുൽ ഗാന്ധി വെറും ഒരു പപ്പുവാണെന്നും അവൻ നരേന്ദ്രമോദിയുടെ മുമ്പിൽ നട്ടെല്ല് നിവർന്ന് നിൽക്കാൻ ശേഷിയോ യോഗ്യതയോ ഇല്ലാത്തവനാണെന്നുമുള്ള വലിയ പ്രചരണം രാവും പകലും അനർഗളം നമ്മുടെ നാട്ടിൽ നടന്നു. അത് പലരെയും സ്വാധീനിച്ചു. ഞാൻ പണ്ടൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ അത് എന്നെയും സ്വാധീനിച്ചു. ഇപ്പോൾ രാഹുൽ ഗാന്ധി ഒരു പപ്പുവാണ്. പപ്പു എന്ന് പറഞ്ഞാൽ ഇഡിയറ്റ് എന്നതിൻ്റെ വേറൊരു വാക്കാണ് പപ്പു എന്നുള്ളത്. ഇപ്പോൾ ഒരു വ്യക്തിയെ ഒരു രാജ്യത്തിന് മുമ്പിൽ മുഴുവനും യാതൊരു അടിസ്ഥാനവുമില്ലാതെ ഇഡിയറ്റാണ്, പപ്പുവാണ് എന്ന് പറഞ്ഞ് തെളിയിക്കുന്നത് ഒരു പാർട്ടിയുടെയും ചില വ്യക്തികളുടെയും പ്രത്യേകമായ കഴിവാണ് എന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ഇല്ല എന്ന് ആരും പറയില്ല. BJPയുടെ ആളുകൾ പോലും പറയില്ല. ഇത് മനസ്സിൽ നാം കുറിച്ചു വെക്കണം. രണ്ടാമത് നാം മനസ്സിലാക്കേണ്ടത്, കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഇടപെടലിൽ കൂടെ ഭാരതത്തിൻ്റെ പൊതുവായ അന്തരീക്ഷത്തിൽ ഒരു വലിയ ചരിത്രപ്രധാനമായ മാറ്റം വന്നിട്ടുണ്ട്. ആർക്കും തിരിച്ചറിയാവുന്ന വിധത്തിൽ വന്നിട്ടുണ്ട്. A perceptible change has been brought about by CJP, കോക്രോച്ച് ജനതാ പാർട്ടി. അതെന്താണ്? എൻ്റെ തലമുറ, അതായത് ബൂമേഴ്സ് തലമുറയും
എനിക്ക് ശേഷം വന്ന മില്ലേനിയൽ തലമുറയും കൂടെ സൃഷ്ടിച്ച ഒരു നറേറ്റീവ് ഉണ്ട്. എല്ലാറ്റിനെയും കാണുകയും മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു രീതിയുണ്ട്, ഒരു നറേറ്റീവ്. ആ വാക്കിന് തുല്യമായ മലയാളം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ നറേറ്റീവ് എന്ന വാക്ക് തന്നെ ഉപയോഗിക്കാൻ പോകുകയാണ്. എൻ്റെ അർത്ഥം എല്ലാവരും ഇപ്പോൾ മനസ്സിലാക്കും, അതുകൊണ്ട് പ്രശ്നമില്ലല്ലോ. അപ്പോൾ എൻ്റെ തലമുറയുടെ നറേറ്റീവിനെ ജെൻസി അവരുടേതായ നറേറ്റീവ് കൊണ്ട് അമ്പയെ പരാജയപ്പെടുത്തിയിരിക്കുന്നു. എൻ്റെ തലമുറയുടെ നറേറ്റീവ് ഇപ്പോൾ ബലഹീനമായിരിക്കുന്നു, അതിനെ നിർവീര്യമാക്കിയിരിക്കുന്നു. ഇത് വളരെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. BJPക്കും സംഘപരിവാറിനും അല്പമെങ്കിലും മൂളയുണ്ടെങ്കിൽ ഈ ഒരു വലിയ യാഥാർത്ഥ്യത്തെ അവഗണിക്കുന്നതിന് പകരം, അല്ലെങ്കിൽ അതിനെ അടിച്ചമർത്തുന്നതിന് പകരം, അതിനെ മനസ്സിലാക്കുന്നതിൽ കൂടെ ഇതിനെ കാര്യക്ഷമമായി കൈകാര്യം ചെയ്യാനുള്ള മാർഗമെന്ത്, വഴികളെന്ത് എന്ന് അന്വേഷിക്കുകയുമാണ് ചെയ്യേണ്ടത്. അത് വേണ്ടതുപോലെ നടക്കുന്നില്ല എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ എൻ്റെ തലമുറ അതിൻ്റെ ഭാഗമാണല്ലോ BJP, സംഘപരിവാറുമെല്ലാം. സത്യത്തെ സ്പിന്നുകൊണ്ടും നറേറ്റീവ് കൊണ്ടും നിയന്ത്രിച്ചു വെച്ചിരുന്നു. കുതിരയെ കടിഞ്ഞാണിട്ട് നിയന്ത്രിക്കുന്നത് പോലെ സത്യത്തെ അവരുടേതായ സ്പിന്ന് കൊണ്ടും നറേറ്റീവ്സ് കൊണ്ടും വരിഞ്ഞ് കെട്ടി മുറുക്കി വെച്ചിരുന്നു. അതിൽ ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാവീണ്യവും കഴിവുമുള്ളത് BJPക്കാണ്. BJPയുടെ തന്ത്രം മെടയുന്നവർക്കാണ്, വക്താക്കൾക്കാണ്. നമുക്ക് ഇവർക്കും അറിയാം. അവരോട് മത്സരിക്കാൻ നറേറ്റീവ്സ് ഉണ്ടാക്കുന്നതിലും, സത്യത്തെ കുഴിച്ചു മൂടാൻ നറേറ്റീവ്സ് ഉണ്ടാക്കുന്നതിലും, അതിന് സ്പിൻ ഉണ്ടാക്കുന്നതിലും BJPയേക്കാൾ കഴിവുള്ള ആരും തന്നെ ഭാരതത്തിലില്ല. അവർ വിജയിച്ചത് അതുകൊണ്ടാണ് എന്ന് നമുക്കറിയാം. എന്നാൽ ജെൻസി വന്നപ്പോൾ ഈ മില്ലേനിയൽസിൻ്റെയും ബൂമേഴ്സിൻ്റെയും പ്രത്യേക കഴിവായ നറേറ്റീവ്സും സ്പിന്നും തികച്ചും നിർവീര്യമാകുകയും അനുഭവ സത്യം എന്താണ് എന്നത് ഞങ്ങൾക്കറിയാം, ഞങ്ങളോടായിട്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ ഇങ്ങോട്ട് വരണ്ട, പോയി പണി നോക്ക് എന്ന് പറയാനുള്ള ആർജവം ജെൻസി കാണിക്കുന്നു എന്നത് BJPയെ സംബന്ധിച്ചിടത്തോളം അവരെ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഇതാണ് നമ്മുടെ മുമ്പിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു വലിയ മാറ്റത്തിൻ്റെ ഉള്ളടക്കം. ഇതാരും വേണ്ടതുപോലെ വ്യക്തമായി പറയുന്നില്ല. ഇത് ഗ്രഹിച്ചെങ്കിൽ മാത്രമേ നമുക്കിനി മുൻപോട്ട് ചിന്തിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ജെൻസി ഇപ്പോൾ എന്താണ് പറയുന്നത്? നിങ്ങളുണ്ടാക്കുന്ന കടങ്കഥകളും നിങ്ങൾ പാടുന്ന വഞ്ചിപ്പാട്ടും ഇങ്ങോട്ട് വേണ്ട. ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങളെ നന്നേ അലട്ടുന്നുണ്ട്. ഞങ്ങളുടെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ നിങ്ങൾ യാതൊരു പ്രയോജനമില്ലാത്ത പഴം ചാക്കുകളാണ്. നിങ്ങൾ ഞങ്ങൾക്ക് വിശ്വാസമില്ല. നിങ്ങളെക്കൊണ്ട് ഞങ്ങൾക്ക് ഒരു കച്ചിത്തുരുപ്പിൻ്റെയും പ്രയോജനമില്ല. നിങ്ങളുടെ പൊറോട്ട് നാടകം കൊണ്ട് ഇങ്ങോട്ട് വരണ്ട എന്നാണ് അവർ പറയുന്നത്. അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തീർന്നില്ലേ, പിന്നെ എന്താണ് അവശേഷിക്കുന്നത്? ഇതൊരു യാഥാർത്ഥ്യമാണ്. അവർ അവരുടെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കുന്ന യാഥാർത്ഥ്യങ്ങളെ ഒരു കാരണവശാലും തള്ളിപ്പറയുവാൻ തയ്യാറല്ല. മൂതി ദൈവമാണെന്നോ മൂതി പറയുന്നതാണ് അതിനപ്പുറത്ത് സത്യമില്ലെന്നോ എന്നൊന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെന്നാൽ ഈ അരി അവിടെ വേഗത്തില്ല എന്നത് ഇപ്പോൾ വളരെ സ്പഷ്ടമാണ്. ഇത് തിരിച്ചറിയുവാൻ BJPക്ക് കഴിഞ്ഞില്ലെങ്കിൽ ബാക്കിയുള്ളവർക്കെങ്കിലും കഴിയണം. ഇനി നമുക്ക് രാഹുൽ ഗാന്ധി, ഈ പശ്ചാത്തലത്തിൽ രാഹുൽ ഗാന്ധി ലോക്സഭയിൽ നടത്താൻ ശ്രമിച്ച പ്രസംഗത്തെ നമുക്കറിയാം, അദ്ദേഹത്തെ പ്രസംഗിക്കാൻ അനുവദിച്ചില്ല. അതും ഈ മില്ലേനിയൽസിൻ്റെയും ബൂമേഴ്സിൻ്റെയും, അതായത് എൻ്റെ തലമുറ കണ്ടുപിടിച്ച അല്ലെങ്കിൽ വളരെ അഭിമാനത്തോടുകൂടെ സ്വീകരിച്ച തന്ത്രമാണ്. എതിരഭിപ്രായം പറയാൻ ജനാധിപത്യമാണ്, പക്ഷെ എതിരഭിപ്രായം പറയാൻ ഞാൻ അനുവദിക്കത്തില്ല. അതാണ് ലോകത്തിലെ ഏറ്റവും നല്ല ജനാധിപത്യം എന്ന് അവർ വിശ്വസിച്ചാൽ അത് അതുപോലെ മറ്റുള്ളവർക്ക് വിശ്വസിക്കണമെന്ന് ശഠിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ലോക്സഭയിൽ നിന്നുകൊണ്ട് രാഹുൽ ഗാന്ധി നടത്തുന്ന പ്രസംഗത്തിൻ്റെ അന്തസത്ത മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. രാഹുൽ ഗാന്ധി എന്ത് ചെയ്തു? രാഹുൽ ഗാന്ധിയും തൻ്റെതായ ഒരു നറേറ്റീവ് ഉണ്ടാക്കി.
മനസ്സിലാക്കണം. ഭാരതത്തിൽ നറേറ്റീവ് ഉണ്ടാക്കുന്നതിൻ്റെ കുത്തക BJPക്ക് മാത്രമാണ് എന്ന ഒരു അവസ്ഥ എല്ലാവരും തോറ്റു തുന്നം പാടി തലകുനിച്ച് അംഗീകരിച്ച് അങ്ങനെ അടങ്ങിയിരുന്ന സമയത്ത് ഇതാ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരു പപ്പു സ്വന്തം നറേറ്റീവ് ഉണ്ടാക്കാനുള്ള ആർജവം കാണിക്കുന്നു. അതൊരു കട്ടിയായ കാര്യം തന്നെയാണ്. അപ്പോൾ വാസ്തവത്തിൽ രാഹുൽ ഗാന്ധി ലോക്സഭയിൽ നടത്തിയ പ്രസംഗം ആരംഭിക്കുന്നത് ഒരു നറേറ്റീവ് കൊണ്ടാണ്. നമുക്കറിയാം ആ നറേറ്റീവ് ജെൻസിയുടെ നറേറ്റീവുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്നതാണ്. അതാണത്തെ പ്രത്യേകത, മനസ്സിലാക്കുക. അപ്പുറത്ത് BJPക്കും അവരുടെ സഖ്യകക്ഷികൾക്കും അവരുടേതായ നറേറ്റീവ് ഉണ്ട്. അതിന് ബദലായിട്ടൊരു നറേറ്റീവ് ഇല്ലാതിരുന്ന സാഹചര്യത്തിൽ ജെൻസി സൃഷ്ടിച്ച ഒരു സാഹചര്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ അതിൽ നിന്ന് പ്രചോദനവും ഊർജവും ഉൾക്കൊണ്ടുകൊണ്ട് ഇതാ രാഹുൽ ഗാന്ധി ഒരു ബദൽ നറേറ്റീവ് ലോക്സഭയിൽ അവതരിപ്പിക്കുന്നു. അത് ഇതുവരെ കുത്തക ആയി വെച്ചുകൊണ്ടിരുന്ന നറേറ്റീവ്സിൻ്റെ കുത്തക നിർലോഭം അനുഭവിച്ചു കൊണ്ടിരുന്ന ആളുകൾക്ക് അവിടെ അടപ്പിളകത്തക്കവണ്ണം ഉള്ള ഒരു അനുഭവം പ്രദാനം ചെയ്തു. ഇതാണ് നാം മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ മൂർച്ച മനസ്സിലാക്കുന്നതിന് വേണ്ടി നാം മറ്റൊരു കാര്യം പരിഗണിക്കണം. എന്താ ചോദിച്ചാൽ BJPയുടെ ഒരു പ്രശ്നം, അവർ തന്നെ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന കാൽപ്പനിക ലോകത്തിൽ ജീവിക്കുന്നു. മനുഷ്യന്റെ ജീവിത യാഥാർത്ഥ്യങ്ങളുമായി യാതൊരു ബന്ധവുമില്ല. മോദി ഹെ തോ സബ് കുച്ച് മുംകിൻ ഹെ, സബ്കാ സാത്ത് സബ്കാ വികാസ് എന്നൊക്കെ സ്ലോഗൻ ഉണ്ടാക്കിയാൽ അതുകൊണ്ട് വയറ് നിറയും, അതുകൊണ്ട് എല്ലാവരും തൃപ്തിപ്പെട്ടോണം. പഠിച്ച് രാത്രി മുഴുവനും ഉറക്കളച്ചിരുന്ന് അധ്വാനിച്ച് പഠിച്ച് ഡിഗ്രി എടുക്കുന്നു, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി എടുക്കുന്നു, പ്രൊഫഷണൽ ഡിഗ്രി എടുക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞ് യുവതി യുവാക്കന്മാർ വഴിയിലാണ്. 45% നമ്മുടെ യുവതി യുവാക്കന്മാർ ജോലിരഹിതരായി അലഞ്ഞ് ഊടാടി നടക്കുകയാണ്. അവരോട് പറയുകയാണ് അച്ഛാദിനാകയാണ്, സബ് കുച്ച് മോദി ഹേ, സബ് കുച്ച് മോദി ഉണ്ടെങ്കിൽ എല്ലാം ശരിയാണ് എന്ന് പറഞ്ഞാൽ അവര് ഇപ്പം എൻ്റെ തലമുറയിൽപ്പെട്ട ആളാണെങ്കിൽ ശരി, മോദി വന്ന് എൻ്റെ പ്രശ്നങ്ങളെല്ലാം മാറി. അവർ പറയുമ്പോൾ ഓടാ പോയി പണി നോക്കുന്നത് പറയും. ഇതാണ് ഇപ്പോഴത്തെ ഈ വ്യത്യാസം എന്തുകൊണ്ടോ മനസ്സിലാക്കുകയോ അംഗീകരിക്കുകയോ ചെയ്യാൻ BJPക്ക് കഴിയുന്നില്ല എന്നതൊരു വലിയ പ്രശ്നമാണ്. ആ പാർട്ടിക്കും സംഘപരിവാറിനും ഇതൊരു വലിയ പ്രശ്നമാണ്. അവരും ഞാൻ ഈ പറയുന്ന കാര്യം ശ്രദ്ധിക്കുകയും ഇതിൻ്റെ സതുദ്ദേശം മനസ്സിലാക്കുകയും ചെയ്യുമെന്ന് ഞാൻ കരുതുകയാണ്. ഇപ്പം നാളിതുവരെ BJP വിജയിച്ചു നിന്നത് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ അടിച്ചമർത്താനും സ്വന്തം നറേറ്റീവ് മാത്രം ഈ ഭാരതത്തിൽ പ്രാബല്യത്തിൽ കൊണ്ടുവരുവാനുമുള്ള മൊണോപ്പൊളി കുത്തക അവരുടെ കയ്യിലായതുകൊണ്ടാണ്. ആ കുത്തക അവരുടെ കയ്യിൽ നിന്ന് ജെൻസി ഇപ്പോൾ തട്ടിപ്പറിച്ചിരിക്കുന്നു. ഇത് ഭാരത ചരിത്രത്തിൽ എന്നേക്കുമായി അടയാളപ്പെടുത്താൻ പോകുന്ന ഒരു വലിയ മാറ്റം തന്നെയാണ്. ഇതിൻ്റെ വ്യാപ്തി എത്ര വലുതാണ് എന്ന് വേണ്ടതുപോലെ ഇന്ന് വരെയും വെളിപ്പെട്ട് വന്നിട്ടില്ല. ഇനിയും അങ്ങോട്ട് വെളിപ്പെട്ട് വരാൻ പോകുന്നതേ ഉള്ളൂ എന്നതാണ് ഈ ഉള്ളവൻ്റെ ഉത്തമ അടിയുറച്ച വിശ്വാസം. അതുകൊണ്ട് സ്വന്തം കൽപ്പനകൾ കൊണ്ട് സൃഷ്ടിച്ചു വെക്കുന്ന കാൽപ്പനിക ലോകം മാത്രമാണ് സത്യമെന്നും അതിൽ നിന്ന് വേറിട്ട അഭിപ്രായം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർ ദേശദ്രോഹികളാണെന്നും ഒരു പാകിസ്ഥാനിലേക്ക് പോകണമെന്നൊക്കെ പറഞ്ഞ് ഇതുവരെ വിലസി നടന്ന ആളുകൾക്ക് ജന്തർ മന്തർ എന്നേക്കുമായ ഒരു വാട്ടർലൂ ആണ്. നമുക്കറിയാം വാട്ടർലൂ യുദ്ധം, നെപ്പോളിയൻ പരാജയപ്പെട്ട വാട്ടർലൂ യുദ്ധം അതാണ് എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമാണ്. ഇനി ഈ ജെൻസി വന്നതുകൊണ്ട് വന്ന വലിയ മാറ്റത്തെ നാം അല്പം കൂടെ ഒന്ന് മനസ്സിലാക്കണം. ജെൻസി വന്നപ്പോൾ BJP ആദ്യം ശ്രമിച്ചത് അവരുടെ അഭിപ്രായത്തെ, അവരുടെ ആവേശത്തെ, അവരുടെ മുന്നേറ്റത്തെ അവർക്കറിയാവുന്ന ആ വിധത്തിൽ അടിച്ചമർത്താം എന്ന് വിചാരിച്ചു. നിരുത്സാഹപ്പെടുത്താം, അതിനെ അപമാനിക്കാം,
അപ്പോൾ ഇത് പാകിസ്ഥാനിൽ നിന്ന് വന്നു, ബംഗ്ലാദേശിൽ നിന്ന് വന്നു, അല്ലെങ്കിൽ ജോർജ് സോറസ് പണി കൊടുത്തു, അല്ലെങ്കിൽ ഇന്ത്യ വിരുദ്ധ ശക്തികളുടെ കയ്യിൽ കിടന്ന് കളിക്കുന്ന കളിപ്പാവളാണ് ഈ കോക്രോച്ച് പാർട്ടിയുടെ ആളുകൾ എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രചാരണം നടന്നു. എന്നിട്ട് അതെന്തായി? വാസ്തവത്തിൽ ഇതൊന്നും വിലപ്പോകയില്ല എന്നും സത്യത്തെ നിങ്ങളുടെ നറേറ്റീവ് കൊണ്ട് പരാജയപ്പെടുത്തുവാനോ കുഴിച്ചുമൂടുവാനോ കഴിയുകയില്ല എന്നും ഇതാ ജെൻസി തികച്ചും അസന്നിഗ്ധമായി തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അത് മനസ്സിലാക്കിയിട്ടാണ് അർദ്ധരാത്രിയിൽ നമ്മുടെ പ്രൈം മിനിസ്റ്റർ ശ്രീ നരേന്ദ്രമോദി ജെൻസിയോട് താതാത്മ്യം പ്രാപിക്കത്തക്കവണ്ണം ഇൻസ്റ്റഗ്രാമിൽ വന്നിരുന്ന സെൽഫി വീഡിയോ ഉണ്ടാക്കിയത്. നമുക്കറിയാം, നമ്മുടെ പ്രൈം മിനിസ്റ്റർ പ്രസംഗിക്കുമ്പോൾ ഭായോ ബഹനോ എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. പക്ഷെ ആ പ്രസംഗം എങ്ങനെയാണ് തുടങ്ങിയത്? ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാണ് തുടങ്ങിയത്. ഫ്രണ്ട്സ്. അങ്ങനെ ഫ്രണ്ട്സ് എന്ന് വിളിക്കുമ്പോൾ ഈ രാജ്യത്തെ ജെൻസി മുഴുവനും തൻ്റെ പുറകിൽ അണിനിരക്കുമെന്ന് പ്രതീക്ഷിക്കണമെങ്കിൽ അത് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഇതുവരെ സൂചിപ്പിച്ചു വന്ന സ്വന്തമായി സൃഷ്ടിക്കുന്ന കാൽപ്പനിക കഥകൾക്കുള്ളിൽ മാത്രം വസിക്കുന്ന ആളുകൾ, യാഥാർത്ഥ്യബോധം തീരെ നശിച്ച ആളുകൾക്ക് മാത്രമേ അർദ്ധരാത്രി ഇരുന്നുകൊണ്ട് ഫ്രണ്ട്സ് എന്ന് വിളിച്ചാൽ ഈ ജെൻസി മുഴുവനും പുറകെ വരും എന്ന് ചിന്തിക്കാൻ സാധ്യമാകുകയുള്ളൂ. ആ ശ്രമം വിജയിച്ചില്ല എന്ന് മാത്രമല്ല, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ജെൻസിയിൽപ്പെട്ട ആളുകളുടെ മധ്യത്തിൽ കൂടുതൽ പുച്ഛം വർദ്ധിപ്പിക്കാൻ മാത്രമേ സാധിച്ചിട്ടുള്ളൂ. അത് തിരിച്ചറിഞ്ഞിട്ടാണ് BJP വക്താക്കൾ ഇപ്പോൾ പറയുന്നത്, ഇൻസ്റ്റഗ്രാമിൻ്റെ ചരിത്രത്തിൽ ഇതുപോലെ ഒരു പ്രസംഗം നടന്നിട്ടില്ല, 500 മില്യൺ ആളുകൾ കണ്ടെന്നാണ് പറയുന്നത്. 500 മില്യൺ ആളുകൾ. BJPക്ക് ആകെപ്പാടെ 9.5 മില്യൺ ആളുകളേ ഉള്ളൂ. കോക്രോച്ച് ജനതാ പാർട്ടിക്ക് ഏതാണ്ട് 23 മില്യൺ ആളുകളുണ്ട്. എങ്ങനെയാണ് ഈ 9.5 മില്യൺ ആളുകൾ ഒരു പാർട്ടിയുടെ നേതാവ് പ്രസംഗിക്കുമ്പോൾ 500 മില്യൺ ആളുകൾ ആ പ്രസംഗം കാണുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലാകുന്നെങ്കിൽ നിങ്ങൾക്ക് കൊള്ളാം, ഏതല്ല അത് പോട്ടെ. ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ 500 അല്ല 5000 മില്യൺ ആളുകൾ ഉണ്ടെന്ന് പറഞ്ഞാലും തോപ്പിയിട്ടു എന്ന ആ യാഥാർത്ഥ്യത്തെ മറച്ചു വെക്കാൻ സാധ്യമല്ല. അത് അങ്ങനെ സംഭവിക്കുക ഈ കഴിഞ്ഞ യുഗത്തിൻ്റെ, കഴിഞ്ഞ തലമുറയുടെ നറേറ്റീവ് ഈ തലമുറയുടെ സത്യത്തെ അധിഷ്ഠിതമായ ആർജവമേറിയ നിലപാടിനോട് പരാജയപ്പെടുക എന്നത് ചരിത്രത്തിൻ്റെ ആവശ്യമാണ്. അതിനെ തടുത്തു നിർക്കാൻ ആർക്കും കഴിയുകയില്ല. മോദി ദൈവമാണെന്ന് പറഞ്ഞാലും ചരിത്രത്തിന് അതിൻ്റെതായ ഗതിവിഗതികളുണ്ട്, അതിൻ്റെ ഒഴുക്കുണ്ട്. അതിനെ തടഞ്ഞു നിർത്താൻ ആർക്കും കഴിയുകയില്ല. ഇത് മനസ്സിലാക്കിയാൽ നന്ന്. അപ്പോൾ അതുകൊണ്ട് ജന്തർ മന്ദറിൽ നടന്ന കാര്യങ്ങൾ നാം മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ അതൊരു വലിയ അട്ടിമറിയായിരുന്നു എന്ന് മനസ്സിലാക്കുക. ഒരു യുഗം മറ്റൊരു യുഗത്തിൽ നിന്ന് അതിൻ്റെ അടിത്തറ തന്നെ പറിച്ചെടുക്കുന്ന ഒരു വലിയ ഐതിഹാസികമായ സംഭവമാണ് ജന്തർ മന്ദറിൽ അരങ്ങേറിയത്. ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ, ഇംഗ്ലീഷ് വീഡിയോയിൽ പറഞ്ഞതുപോലെ, രാജാവ് നഗ്നനാണ് എന്ന് ഭാരതത്തിൽ ആദ്യമായി ഒരു തലമുറ ഒരേ സ്വരത്തിൽ വിളിച്ചു പറയുന്ന സത്യം തലമുറയുടെ സംഗീതമായി മാറുന്ന ഒരു സംഭവമാണ് ഈ ജന്തർ മന്ദറിൽ നാം സാക്ഷ്യം വഹിച്ചത് എന്നതാണ് എൻ്റെ ചിന്താഗതിയിൽ തെളിഞ്ഞു വരുന്നത്. ഈ ഒരു പശ്ചാത്തലമില്ലായിരുന്നുവെങ്കിൽ രാഹുൽ ലോക്സഭയിൽ നടത്തിയ പ്രസംഗത്തിന് വലിയ ശക്തി ഒന്നും ഉണ്ടാകുമായിരുന്നില്ല. അതുകൊണ്ടാണ് ഈ പശ്ചാത്തലം നാം മനസ്സിലാക്കുകയും അതിനോട് ചേർത്ത് വെച്ച് രാഹുലിൻ്റെ വാക്കുകൾ മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് ഞാൻ ആദ്യം മുതലേ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് രാഹുലിൻ്റെ വാക്കുകൾക്ക് സ്ഫോടനാത്മകമായ ശക്തി ഉണ്ടായത് ഈ പശ്ചാത്തലത്തിൽ നിന്നാണ് എന്ന് മാത്രവുമല്ല, ഈ പശ്ചാത്തലത്തിൽ അടങ്ങിയിരിക്കുന്ന മറ്റൊരു കാര്യം, ഇത് ഏകദേശമൊക്കെ തിരിച്ചറിയുന്ന BJP തങ്ങളുടെ അടിത്തറ പൊളിയുന്ന അവസ്ഥയാണ് ഇത് എന്നതുകൊണ്ട് അവർക്ക് രൂക്ഷമായ അസഹനീയമായ അസുരക്ഷിതാവസ്ഥ, ഇൻസെക്യൂരിറ്റി അനുഭവിക്കുന്നു. ആ ഇൻസെക്യൂരിറ്റി മനസ്സിൽ തിങ്ങി
ഇരിക്കുന്ന അവസ്ഥയിലാണ് BJPയുടെയും സഹപാർട്ടികളുടെയും മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ് ലോക്സഭയിൽ ഇരുന്നു കൊണ്ട് രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ കേൾക്കേണ്ടത്. നിങ്ങൾ ആ സാഹചര്യം മനസ്സിലാക്കിയെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇനി നമുക്ക് രാഹുൽ ഗാന്ധി അവതരിപ്പിച്ച നറേറ്റീവ് എന്താണ്? രണ്ട് നറേറ്റീവ്സ് തമ്മിലുള്ള യുദ്ധമാണിത്. BJPക്ക് ഒരു നറേറ്റീവ് ഉണ്ട്, രാഹുൽ ഗാന്ധിക്ക് മറ്റൊരു നറേറ്റീവ് ഉണ്ട്. എന്താണ് അദ്ദേഹം അവതരിപ്പിച്ച നറേറ്റീവ്? അതിൽ 3 ഘടകങ്ങൾ പറയുന്നുണ്ട്. വിദ്യാർത്ഥികളുണ്ട്, ഒരു വിഡ്ഢിയുണ്ട്, പിന്നെ അന്ധഭക്തന്മാരുമുണ്ട്. ഇത് 3ഉം കാൽപ്പനികമായ കാറ്റഗറീസ് അല്ല. ഇത് എവിടെയോ ദൂരെ നിന്ന് കൊണ്ടുവന്ന കാറ്റഗറീസ് അല്ല. ഇത് എല്ലാവരും തിരിച്ചറിയുന്ന 3 ഘടകങ്ങളാണ്, 3 കാറ്റഗറീസ് ആണ് എന്നതാണ് രാഹുൽ ഗാന്ധി മെടഞ്ഞ ഈ നറേറ്റീവിൻ്റെ. ഒന്നുകിൽ ഇത് അദ്ദേഹം കുട്ടികളുമായി നടത്തിയ സംഭാഷണത്തിൽ കൂടെ സത്യത്തിൽ യഥാർത്ഥത്തിൽ ഒരു പെൺകുട്ടി അദ്ദേഹത്തോട് പറഞ്ഞതായിരിക്കാം. അല്ലെങ്കിൽ നമുക്കറിയാം രാഹുൽ ഗാന്ധി കഴിഞ്ഞ 8-10 വർഷങ്ങളായി പ്രത്യേകം ശ്രദ്ധിക്കുന്നത് യുവതി യുവാക്കന്മാരോട് അടുത്തു നിൽക്കുകയും അവർക്ക് പറയാനുള്ളത് കേൾക്കുകയും അവർക്ക് വേണ്ടി നിലപാടെടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് അവരെപ്രകാരമാണ് ചിന്തിക്കുന്നത് എന്നത് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വസ്ത്രം പോലും പാൻറ്റും ട്രൗസറും ടീഷർട്ടുമായത്. അതിൻ്റെ അർത്ഥം ഒരുപക്ഷെ മോദിക്ക് മനസ്സിലായില്ല. ഈ വലിയ വലിയ വേഷഭൂഷാദികൾ കൊണ്ട് പ്രൈം മിനിസ്റ്റർ രംഗത്ത് വരികയും അദ്ദേഹത്തിൻ്റെ ഇമേജ് ബിൽഡ് ചെയ്യാൻ ആയിരക്കണക്കിന് കോടികൾ ചെലവാക്കുകയും ചെയ്യുമ്പോൾ അതിനെയൊക്കെ വെറും നിസ്സാരമാക്കിക്കൊണ്ട്, നിസ്സാരവൽക്കരിച്ചുകൊണ്ട് ഒരു യുവത്വം നിറഞ്ഞ നേതാവ് ട്രൗസറും ടീഷർട്ടും മാത്രം ഇട്ട് വരുമ്പോൾ അത് പപ്പുവെന്ന് നിങ്ങൾ അപമാനിച്ചുകൊണ്ടിരുന്ന ഒരു യുവാവ് ഈ യുഗത്തിൻ്റെ സ്പന്ദനം മനസ്സിലാക്കി, നിങ്ങൾക്ക് മുൻപേ മനസ്സിലാക്കി ബുദ്ധിമാനായി ഒരു നിലപാടെടുത്തു. ഇതൊക്കെ സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ എന്നത് രാഹുൽ ഗാന്ധിയെ നാം യഥാർത്ഥത്തിൽ വിലമതിക്കാൻ മറ്റൊരു ആധാരം കൂടെയാണ് എന്ന് മാത്രമേ ഈ തരുണത്തിൽ ഞാൻ പറയുന്നു. അതുകൊണ്ട് കോക്രോച്ച് പാർട്ടിയുടെ ഈ ആവിർഭാവവും അവരുടെ ആവേശവും അവരുടെ നിലപാടുകളും BJPയുടെ പരമ്പരാഗതമായ സ്വതസിദ്ധമായ കഴിവുകൊണ്ട് അടിച്ചമർത്താം എന്ന് വിചാരിച്ച് അവർ ആവിഷ്കരിച്ച തന്ത്രങ്ങൾ മുഴുവനും ബൂമറാങ് ചെയ്യുകയും അതിൽ കൂടെ കൂടുതൽ കൂടുതൽ ആക്ഷേപം മാത്രം വിളിച്ചു വരുത്തുകയും ചെയ്തു എന്നത് ഈ സംഭവത്തെ ശ്രദ്ധിച്ചിട്ടുള്ള എല്ലാവർക്കും വ്യക്തമായി തിരിച്ചറിയാൻ കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കണം. യൂത്തിനെ കൈകാര്യം ചെയ്യുമ്പോൾ അവർ നിങ്ങൾ ചിന്തിക്കുന്നത് പോലെയല്ല. നിങ്ങളുടെ കഥകളൊന്നും അവർക്ക് വലിയ താല്പര്യമില്ല. അത് കേൾക്കുമ്പോൾ അവർ ചിരിക്കും. നിങ്ങളുടെ നറേറ്റീവ് നിങ്ങളുടെ ആളുകളുടെ ഇടയിൽ മാത്രമേ ചിലവാകത്തുള്ളൂ. അതുകൊണ്ട് അങ്ങോട്ട് ചെന്നാൽ അവരവരുടെ അനുഭവത്തിൻ്റെ സത്യത്തെ അവഗണിച്ചുകൊണ്ട് നിങ്ങളുടെ നറേറ്റീവിനെ വിഴുങ്ങുകയില്ല. ഇത് മനസ്സിലാക്കിയേ മതിയാകുകയുള്ളൂ. എന്ന് മാത്രവുമല്ല, വിഴുങ്ങുകയില്ല എന്ന് മാത്രവുമല്ല, നിങ്ങളുടെ മുഖത്ത് നോക്കി മുഖത്തിട്ട് അടിക്കുന്നത് പോലെ അവർ പറയും, ഇത് ഞങ്ങൾക്ക് വേണ്ട, ഇതങ്ങ് കൊണ്ട് നിങ്ങളുടെ അളയിൽ കൊണ്ടുവച്ചാൽ മതി എന്ന് പറയും. അതുകൊണ്ട് ഇങ്ങോട്ട് വരണ്ട എന്നവർ പറയും. അതിനുള്ള ആർജവം ജൻസിക്കുണ്ട്. കാരണം എന്താണെന്നറിയാം, മറ്റൊന്നുമല്ല. ഇപ്പം എൻ്റെ യുഗം, എൻ്റെ തലമുറ സർക്കാരിൻ്റെ ഏതെങ്കിലും ഒരു ജോലി കിട്ടി, അല്ലെങ്കിൽ സർക്കാരിൽ നിന്ന് എന്തെങ്കിലും കിട്ടാൻ സാധ്യതയുണ്ട്, അല്ലെ സർക്കാരിൻ്റെ കോപം വന്നാൽ കത്തിപ്പോവും എന്നൊക്കെ വിചാരിച്ചിരുന്നു. ജൻസി അങ്ങനെ നിൽക്കത്തില്ല. അവർ എൻ്റെ തലമുറ, പിന്നെ മിലേനിയൽ തലമുറ, ഇവരെല്ലാം കൂടെ ഉണ്ടാക്കി വെച്ച ഈ സംവിധാനത്തിൽ ഉൾപ്പെട്ടവരല്ല. അവരിതിന് വെളിയിൽ നിൽക്കുന്നവരാണ്. അവർക്ക് ഇതിനകത്തുനിന്ന് കാലുകുത്തി നിൽക്കാനുള്ള അവസരം, സാവകാശം നമ്മൾ കൊടുത്തില്ല. നമ്മൾ നമ്മുടേതായ ചവിട്ടുനാടകം കൊണ്ട് നടന്നു. അവർക്ക് നമ്മളുണ്ടാക്കി വെച്ച കാര്യം കൊണ്ട് യാതൊരു പ്രയോജനമില്ലെന്നുമല്ല, മാത്രമല്ല അവരുടെ ജീവിതം നരകമാക്കി തീർക്കുന്നൊരവസ്ഥയിലാണ്. ആ അവസ്ഥയിൽ അവരോട് നിങ്ങൾ പറയുകയാണ്, എല്ലാവരെയും കരുതുന്ന, എല്ലാവരുടെയും വികസനത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന, യാതൊരു അഴിമതിയുമില്ലാത്ത ഒരു സർക്കാരുണ്ട്, നിങ്ങൾ ആ സർക്കാരിനെ നിറുകെ വെക്കണമെന്ന് പറഞ്ഞാൽ പോടാ എന്ന് പറയും. പിന്നെ ചില ചീത്തയും കൂടി ചിലപ്പോൾ പറഞ്ഞിരിക്കും, അവരുടേതായ ചീത്ത. പോട്ടെ, ഇത് നാം മനസ്സിലാക്കാം. അപ്പം അതുകൊണ്ട് നമ്മുടെ രാജ്യത്ത് ഒരു ഇഡിയറ്റ് ഉണ്ട് എന്ന് നിങ്ങൾ സോഷ്യൽ മീഡിയ പരിശോധിക്കുന്നവരാണെങ്കിൽ, കഴിഞ്ഞ എത്രയോ നാളുകളായി സോഷ്യൽ മീഡിയയിൽ ഇത് വന്നുകൊണ്ടിരുന്നതാണ്.
രാഹുൽ ഗാന്ധി അല്ല ഇത് പറയുന്നത്. അപ്പോൾ രാഹുൽ ഗാന്ധി അവിടെ അവതരിപ്പിച്ചത് അതിനോട് എനിക്ക് യോജിപ്പുണ്ടോ ഇല്ലയോ എന്നുള്ളത് പ്രശ്നമല്ല. ഞാനുള്ള കാര്യം വിശദീകരിക്കുന്ന അത്രയേ ഉള്ളൂ. പല കാര്യങ്ങളും ഇഡിയോട്ടിക്കാണ് എന്ന അഭിപ്രായം നമ്മുടെ ഭാരതത്തിൽ ഉടനീളം സ്ഥിതി ചെയ്യുന്നുണ്ട്. അത് വലിയ വലിയ ശാസ്ത്രമാണെന്നും അറിവാണെന്നും ദൈവികമായ കഴിവാണെന്നും ഒക്കെ BJPയുടെ നറേറ്റീവ് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അത് വെറും വിഡ്ഢിത്തമാണ് എന്ന് വിളിച്ചു പറഞ്ഞ അനേകം പേര് നമുക്കറിയാം. ഈ കഴിഞ്ഞ 4, 5, 6 വർഷങ്ങളിൽ സ്റ്റാൻഡപ്പ് കൊമീഡിയൻസ് എത്ര പേര് വലിയ വലിയ ജനപ്രീതി ആർജിച്ചു. അതിലെത്രയോ പേര്, അവർക്കുള്ള ഫോളോയിങ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. ഈ രാജ്യത്ത് സ്ഥിതി ചെയ്യുന്ന യാഥാർത്ഥ്യബോധമില്ലാത്ത സങ്കല്പങ്ങൾ കൊണ്ട് ജനങ്ങളുടെ കണ്ണ് കെട്ടാമെന്ന വിധത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനത്തോട് ഈ രാജ്യത്തിലെ യുവതി യുവാക്കന്മാർ കഴിഞ്ഞ 8, 10, 12 വർഷങ്ങളായി എപ്രകാരമാണ് പ്രതികരിച്ചുകൊണ്ടേയിരുന്നതെന്ന് സോഷ്യൽ മീഡിയ, സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അല്പമെങ്കിലും ശ്രദ്ധിക്കുന്ന ആൾക്ക് മനസ്സിലാകും. അപ്പോൾ ആ യാഥാർത്ഥ്യങ്ങൾ മാത്രമാണ് രാഹുൽ ഗാന്ധി ലോക്സഭയിലേക്ക് കൊണ്ടുവന്നത്. അതുകൊണ്ടാണ് അതിന് ശക്തിയുള്ളത് എന്നാണ് ഇന്നത്തെ കാര്യം. പിന്നെ അങ്ങനെ ഇഡിയറ്റ് ഉണ്ടെന്ന് ആരാ പറയുന്നത്? പപ്പുവാണ് പറയുന്നത്. അതാണ് പ്രശ്നം. മറ്റാരെങ്കിലും പറഞ്ഞാൽ പോട്ടെ, ഇവൻ പപ്പുവാണ് എന്ന് 20 വർഷം കൊണ്ട് പറഞ്ഞു നടന്ന അവസാനം അതേ പപ്പുവിൻ്റെ വായിലെന്ന് പറയുന്നു ഈ നാട്ടിൽ ഒരു ഇഡിയറ്റ് ഉണ്ട് എന്നല്ലോ ഈ നാട്ടിലെ ജനം മുഴുവനും പറയുന്നു എന്ന് പറയുമ്പോൾ അതിനപ്പുറത്തൊരു അപമാനം സാധ്യത ഇതാണ്. പിന്നെ ഈ രാജ്യത്ത് അന്ധഭക്തരുണ്ട് എന്നതിന് വല്ല സംശയമുണ്ട്. ഇപ്പോൾ ചാണകത്തിൽ നിന്ന് പ്ലൂട്ടോണിയം ഉണ്ടാക്കാം എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് ഏറ്റുപാടുന്ന അന്ധഭക്തരല്ലേ? പശുവിൻ്റെയോ കാളയുടെ 2 കൊമ്പിൻ്റെ മധ്യത്തിൽ റേഡിയോ തരംഗങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് പാട്ട് കേൾക്കാനായിട്ട് ചെവി കൊടുക്കുന്ന ആള് അന്ധഭക്തനാണോ? അല്ലേ? നിങ്ങൾ ഇവിടെ സയന്റിഫിക് ടെമ്പർ ഉണ്ടോ? ഈ രാജ്യത്ത് സയന്റിഫിക് ടെമ്പറോ ക്രിട്ടിക്കൽ തിങ്കിങ്ങോ പോപ്പുലറൈസ് ചെയ്യാനായിട്ട് BJP ശ്രമിച്ചില്ല എന്ന് മാത്രമല്ല, അത് നശിപ്പിക്കാനായിട്ട് മാത്രമല്ല ശ്രമിച്ചിട്ടുള്ളൂ. അത് ആ യാഥാർത്ഥ്യം അറിയാൻ വയ്യാത്ത ആരെങ്കിലും നമ്മുടെ രാജ്യത്തുണ്ട്. അത് മാത്രം രാഹുൽ ഗാന്ധി രാജ്യത്ത് സ്ഥിതി ചെയ്യുന്ന യാഥാർത്ഥ്യങ്ങളെയും അത് ജനങ്ങളുടെ ശ്രദ്ധയിൽ എന്നേ പെട്ടുകഴിഞ്ഞു എന്ന അവസ്ഥയെയും അദ്ദേഹം ലോക്സഭയിലേക്ക് കൊണ്ടുവരികയാണ്. ഈ രാജ്യത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ ലോക്സഭയിലേക്ക് കൊണ്ടുവരുന്നത് അത് പ്രതിഷേധാർഹമാണ് എന്ന് പറയുമ്പോൾ അത് ജനാധിപത്യ രീതിക്ക് നൽകാവുന്ന ഏറ്റവും വലിയ അപമാനവും പ്രതിഷേധവുമാണ്. ജനാധിപത്യ രീതിയിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് പോലും ഈ രാജ്യത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ ലോക്സഭയിലോ പാർലമെന്റിലോ കടന്നു വരരുത് എന്ന് ശാഠ്യം പിടിക്കാൻ സാധ്യമല്ല. അപ്പോൾ BJP എന്ത് ചെയ്തു? അങ്ങനെ ഒരു നിലപാടെടുത്തതിൽ കൂടെ അവരവിടെ തനിനിറം വെളിപ്പെടുത്തി അതിനുള്ള വഴിയൊരുക്കി എന്നതാണ് രാഹുൽ ഗാന്ധിയുടെ മിടുക്ക് എന്ന് നാം തിരിച്ചറിയണം. അപ്പം അതുകൊണ്ട് അന്ധഭക്തർ എന്നുള്ളത് ഈ നാട്ടിൽ എല്ലാവരും തിരിച്ചറിയുന്ന ഒരു കാറ്റഗറി തന്നെയാണ്. അതിനെ സൃഷ്ടിച്ചത് രാഹുൽ ഗാന്ധിയോ ജെൻസിയോ അല്ല, അത് BJP സൃഷ്ടിച്ചതാണ്, സംഘപരിവാർ സൃഷ്ടിച്ചതാണ്. അവർ തന്നെ സൃഷ്ടിച്ച മുതൽ അതിങ്ങനെ ഒരു കാര്യം നിങ്ങൾ സൃഷ്ടിച്ചു, നിങ്ങളുടെ നേട്ടമാണെന്ന് രാഹുൽ ഗാന്ധി പറയുന്നതേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് അതിനെ നിരാകരിക്കുവാൻ BJPക്ക് സാധ്യമല്ല. അത് മുൻപോട്ട് പോകാം. അപ്പോൾ രാഹുൽ ഗാന്ധി ചെയ്തത് ഇത്ര മാത്രമേ ഉള്ളൂ. BJPയും സംഘപരിവാറും കൂടെ സൃഷ്ടിച്ച കാര്യങ്ങൾ അത് കോക്രോച്ച് ജനതാ പാർട്ടി പ്രത്യേകമായി തിരിച്ചറിഞ്ഞ് അതിനെ എന്താണ് പറയുന്നത്, ഈ റിഡിക്യൂൾ മലയാളം പെട്ടെന്ന് വരുന്നില്ല. അതുകൊണ്ട് ചവിട്ടി മെതിച്ച് മിൻസ് ആക്കി വെച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അത് രാഹുൽ ഗാന്ധി അത് ലോക്സഭയിൽ കൊണ്ടുവന്നു. അത്ര മാത്രമേ അദ്ദേഹം ചെയ്തുള്ളൂ. സ്വന്തമായിട്ടൊന്നും കണ്ടുപിടിച്ചില്ല. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇനി രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിൻ്റെ തന്ത്രം ഞാൻ ഒന്ന് വിശദീകരിക്കാൻ പോകുക. ഈ വീഡിയോ അല്പം ദൈർഘ്യമുള്ളതാണ്, നിങ്ങൾ ക്ഷമിക്കണം. ഇപ്പം 2 സാധ്യതയുണ്ട്. ഇപ്പോൾ നിങ്ങൾ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് അവിടെ പ്രസംഗിക്കുകയാണെന്ന് വിചാരിക്കും. നിങ്ങൾക്ക് 2 സാധ്യതകളുണ്ട്. ഒന്ന്, നിങ്ങൾക്ക് ആരെയെങ്കിലും നിങ്ങൾക്ക് പറയാം ഇന്നയാൾ ഒരു വിഡ്ഢിയാണ്, ഒരു ഇഡിയറ്റ് ആണെന്ന് പറയാം. അല്ലെങ്കിൽ ഇന്ന ആളുകൾ അന്ധഭക്തരാണ് എന്ന് പറയും. അതിനാണ് ഡയറക്റ്റ് അറ്റാക്ക് എന്ന് പറയുന്നത്. രാഹുൽ ഗാന്ധി അത് നടത്തിയില്ല. അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ ആരെയും അന്ധഭക്തരാണെന്നോ ഇഡിയറ്റ് ആണോ ഞാൻ പറഞ്ഞില്ല.
നിങ്ങളായിട്ട് നിങ്ങൾ അത് തന്നെയാണെന്ന് പറയരുത്. നിങ്ങളാരും ഇഡിയറ്റ് ആണെന്ന് അദ്ദേഹം പറഞ്ഞില്ല. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? ഞങ്ങൾ ഇങ്ങനെയാണ് എന്ന് സ്വയം ഒന്ന് സമ്മതിക്കാനുള്ള അവസരം ലോക്സഭയിൽ ഉണ്ടാക്കി കൊടുത്തു. ഇതിലേതാണ് ബുദ്ധിയുള്ളത്? വിച്ച് ഈസ് ക്ലെവർ, വിച്ച് ഈസ് ബെറ്റർ? അപ്പോൾ തീർച്ചയായും രണ്ടാമത്തേതാണ്. ഒരു കഥയിൽ കൂടെ, ഒരു കാൽപ്പനികമായ സംഭാഷണത്തിൽ കൂടെ അവിടെ ഇരിക്കുന്ന ഭരണത്തിൻ്റെ ചക്രം പിടിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ഉള്ളിൽ ഒരു കുത്തു കൊടുക്കുകയും അതിനോട് പ്രതികരിച്ചുകൊണ്ട് ഞങ്ങളെപ്പറ്റി തന്നെയാണ് താനിത് പറയുന്നത്, ഞങ്ങൾ ഈ പറയുന്ന കാര്യത്തിൽ ഞങ്ങളെപ്പറ്റി മാത്രമാകാനേ സാധ്യതയുള്ളൂ എന്ന വിധത്തിൽ പ്രതികരിക്കാൻ അവരെ മൂക്കിൽ കയറിട്ട് വലിക്കുന്നത് പോലെ കൊണ്ടുപോകുന്ന ഒരു ചിത്രമാണ് നാം അവിടെ കണ്ടത്. അത് വളരെ ശ്രദ്ധേയം തന്നെയാണ്. അത് ബുദ്ധിയുള്ളവർക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. നീ ഈ പട്ടിയാണ്, നീ പൂച്ചയാണ്, നീ പപ്പുവാണ്, നീ കിപ്പുവാണെന്ന് പറയാൻ ഒരു ബുദ്ധിയോ ആവശ്യമില്ല. അത് മനസാക്ഷിയില്ലാതെ തൊലിക്കെട്ടി ഉണ്ടെങ്കിൽ അത് സാധിക്കും. എന്നാൽ നീ പപ്പുവാണെന്ന് നിന്നെ കൊണ്ട് പറയിക്കാൻ ബുദ്ധി വേണം. ആ ബുദ്ധി രാഹുൽ ഗാന്ധിക്കുണ്ട്. ആ ബുദ്ധി സംഘ് പരിവാറിലോ BJPയിലോ കാണുന്നില്ല. ഇതാണ് എനിക്ക് പറയാനുള്ളത്. അല്ലെന്ന് ആരെങ്കിലും ഒന്ന് പറയട്ടെ, നമുക്ക് കൂടുതലായി മനസ്സിലാക്കണം. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി പ്രസംഗം നടത്തുമ്പോൾ ഈ ഒരു നറേറ്റീവ് അവിടെ അവതരിപ്പിച്ചപ്പോൾ വാസ്തവത്തിൽ BJP ചെയ്യേണ്ടത് എന്തായിരുന്നു? ഇത് ഞങ്ങളെ ബാധിക്കുന്ന കാര്യമേ അല്ല എന്ന വിധത്തിൽ അത് പൂർണ്ണമായും അവഗണിക്കുകയാണ് ചെയ്യേണ്ടത്. അതിനു പകരം ഒരു രാജ്യത്തൊരു ഇഡിയറ്റ് ഉണ്ട്, അത് ഞങ്ങളുടെ നേതാവിനെ പറ്റിയാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അഭിപ്രായത്തിൽ നീ പറയുന്നത് ശരിയാണെന്ന് ഞാൻ അർത്ഥമുള്ളൂ. അദ്ദേഹത്തെ കണ്ണുമടച്ച് വിശ്വസിച്ച് പുറകെ പോകുന്ന അന്ധഭക്തരുണ്ട്. അത് ഞങ്ങളുടെ ആളുകളെ പറ്റിയാണ് നീ പറയുന്നത്, ഞങ്ങളെ എന്ന് പറഞ്ഞാൽ നീ പറഞ്ഞത് 100% സത്യമാണെന്നല്ല എൻ്റെ അർത്ഥം. വേറെ വല്ല അർത്ഥവുമുണ്ടോ? അല്പമെങ്കിലും മൂളയുണ്ടെങ്കിൽ അങ്ങനെ മാത്രമേ ചെയ്യത്തുള്ളൂ. ഞാനൊരു ഉദാഹരണം പറയാം. മുഹമ്മദ് നബി, മുത്ത് നബിയുടെ ജീവിതത്തിൽ നിന്ന് അറിയാവുന്ന ഒരു സംഭവം. അത് ആദ്യകാലത്ത് അദ്ദേഹത്തെ വളരെയധികം കളിയാക്കുകയും മൂശയാക്കുകയും വിമർശിക്കുകയും ചീത്ത വിളിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹത്തെ പറ്റി അതും ഇതുമൊക്കെ പറയുമ്പോൾ, ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറയുമ്പോൾ ആളൊന്ന് പറയും, അങ്ങയെപ്പറ്റി ഇങ്ങനെ പറയുന്നല്ലോ ഇങ്ങനെ. അപ്പൊ അദ്ദേഹം അത് എന്നെ പറ്റിയാണെന്ന് ആര് പറഞ്ഞു? എന്നെ പറ്റിയാണെന്ന്? മുഹമ്മദ് നബി ഒരു മണ്ടനാണ്, ഒരു ഇഡിയറ്റാണ് എന്ന് ഈ വാക്ക് വളച്ചൊടിച്ച് ഒരാൾ പറഞ്ഞപ്പോൾ അത് ആ ന്യൂസും ബാധിക്കുന്ന ഒരാൾ മുഹമ്മദ് നബിയുടെ അടുത്ത് വന്നപ്പോൾ അത് ചോദിച്ചത് എന്നെ പറ്റിയാണെന്ന് നിന്നോടാര് പറഞ്ഞു? അത് എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല. ഞാനൊരു ഇഡിയറ്റ് അല്ലാന്ന് എനിക്കറിഞ്ഞുകൂടെ? പിന്നെ ഞാനെന്തിനാണ് എൻ്റെ പുറകെ പോകുന്നത്? അതിൻ്റെ പേരാണ് ബുദ്ധി എന്നുള്ളത്. അതിന് പകരം ഒരാൾ എന്നെ ഇഡിയറ്റ് എന്ന് വിളിച്ചു, എന്നെ ഇഡിയറ്റ് എന്ന് വിളിച്ചോ, ഇത് ഞാൻ എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ പറയുകയാണ് ഞാൻ ഇഡിയറ്റാണ്. അത് നീ എങ്ങനെ അറിഞ്ഞു എന്നതിനകത്ത് അർത്ഥമുള്ളൂ. അപ്പൊ നിങ്ങൾ ഒന്ന് ആലോചിച്ചു, ഒന്ന് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ വഴിയെ നടക്കുകയാണ്, നിങ്ങളുടെ കൂടെ വേറൊരാളും നടക്കുന്നു. നിങ്ങളുടെ രണ്ടുപേരുടെയും പുറകിൽ നിന്ന് ഒരാൾ വിളിച്ചു പറയാണ്, എടാ അന്ധവിശ്വാസിയെ, അന്ധഭക്ത്. അപ്പൊ നിങ്ങൾ അന്ധഭക്തനല്ലെങ്കിൽ നിങ്ങളങ്ങ് നടന്നു പോകുന്നു, നിങ്ങളെ ബാധിക്കുന്ന പ്രശ്നമാണ്. നിങ്ങളോട് നടക്കുന്ന ആളെന്ന് തിരിഞ്ഞ് അവനെ കലറിയാൻ നോക്കി, അതിൻ്റെ അർത്ഥം അവൻ അന്ധഭക്തൻ തന്നെയാണെന്ന് അവൻ സമ്മതിക്കുന്നതെന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ഇതാണ് BJPക്ക് മനസ്സിലാകാത്ത കാര്യം. ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ അധികാരം കയ്യിലുണ്ട്, ഡണ്ട കയ്യിലുണ്ട്, ലാഠി കയ്യിലുണ്ട്, പോലീസ് കയ്യിലുണ്ട്, CBI കയ്യിലുണ്ട് എന്നതുകൊണ്ട് എൻ്റെ തല ഓട്ടി അടിച്ചു പൊട്ടിക്കും എന്ന വിധത്തിൽ ഇറങ്ങിയാൽ ആ കാലഘട്ടം കഴിഞ്ഞു പോയി. ജനം വേറെ വിധത്തിലാണ് മനസ്സിലാക്കുന്നത് എന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം എന്ന ഒരു വലിയ അഭിപ്രായമുള്ളവരുണ്ട്. അതുകൊണ്ട് ജന്തർ മന്ദിറിൽ നടന്ന ആ ഐതിഹാസിക സംഭവത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വശം എന്താണെന്ന് ചോദിച്ചാൽ, അതിൽ നിന്ന് പൊന്തി വരുന്ന സത്യം എന്താണെന്ന് ചോദിച്ചാൽ, BJPയുടെ നറേറ്റീവ് ഡോമിനൻസ് അവസാനിച്ചു. ദ നറേറ്റീവ് ഡോമിനൻസ് ഓഫ് BJP ഹാസ് എൻഡഡ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് രാഹുൽ ഗാന്ധി കൈപ്പറ്റിയിരിക്കുന്നു, ജൻസി കൈപ്പറ്റിയിരിക്കുന്നു. BJPയിൽ നിന്ന് ഈ നറേറ്റീവ് ഡോമിനൻസ് നഷ്ടപ്പെട്ടിരിക്കുന്നു.
ഇത് അടിസ്ഥാനം പൊളിഞ്ഞു പോകുന്നതിന് തുല്യമാണ് എന്നതാണ് എൻ്റെ യാഥാർത്ഥ്യം. അപ്പൊ അതുകൊണ്ട് തീർച്ചയായും സംഘപരിവാറിനെയും BJPയെയും പിന്നിലാക്കിക്കൊണ്ട് മുന്നിലേക്ക് കുതിക്കുന്ന ചില ശക്തികൾ നമ്മുടെ രാജ്യത്ത് ഇതാ ഉടലെടുത്തിരിക്കുന്നു. അത് ചരിത്രത്തിൻ്റെ പ്രവർത്തന രീതിയും മർമ്മവുമാണ്. അത് ചരിത്രത്തിൻ്റെ ആവശ്യമാണ്. ഇറ്റ്സ് എ ഹിസ്റ്റോറിക്കൽ ഇംപെരറ്റീവ് എന്ന യാഥാർത്ഥ്യം വളരെ മനോഹരമായി നമുക്ക് ഇപ്പോൾ വെളിപ്പെട്ടു വരികയാണ്, ദൃശ്യമാകുകയാണ്. ഇതിനെ പഴയ കോടാലി കൊണ്ട് വെട്ടാൻ നോക്കിയാൽ അത് ബൂമറാങ് ചെയ്യും എന്നതാണ് യാഥാർത്ഥ്യം. അല്പം ചരിത്രബോധമുള്ളവർ അത് മനസ്സിലാക്കും. അപ്പം അതുകൊണ്ട് BJPയെ സംബന്ധിച്ചിടത്തോളം അവിടെ യഥാർത്ഥത്തിലുള്ള എന്താണ് ബാഡ് ന്യൂസ് എന്താണ്? യുവർ പപ്പു ഹാസ് കം ഓഫ് ഏജ്. നിങ്ങൾ സൃഷ്ടിച്ച പപ്പു ഇല്ലേ, അവൻ നിങ്ങളുടെ ഏറ്റവും വലിയ തലവേദനയായി ഇതാ വളർന്നിരിക്കുന്നു. ആ വളർച്ച സംഭവിക്കേണ്ടതിന് നിങ്ങൾ തന്നെയാണ് ഏറ്റവും വലിയ സംഭാവന ചെയ്തത്. ഇതിന് വളം വെച്ചതും വെള്ളം ഒഴിച്ചു കൊടുത്തതും നിങ്ങൾ തന്നെയാണ്. അതിൻ്റെ കൊയ്ത്ത് നടന്നേ പറ്റൂ എന്നതും കൂടെയാണ് രാഹുൽ ഗാന്ധിയുടെ ഈ BJPയെ മുഴുവനും പിടിച്ചു കുലുക്കി മുട്ടിടിപ്പിക്കുന്ന ഈ ഒരു പ്രസംഗത്തിൽ കൂടെ. അതുകൊണ്ട് അദ്ദേഹം വാ തുറന്നാൽ എല്ലാവരും പിടിക്കുന്ന MP മുഴുവനും ഞെട്ടി വിറച്ച് വലിയ ശബ്ദമുണ്ടാക്കി, അയ്യോ അവൻ്റെ വായിന്നൊരു വാക്ക് വന്നാൽ ഞങ്ങൾ പൊടിഞ്ഞു പോകും എന്ന വിധത്തിലല്ലേ പ്രതികരിച്ചു. ഇത് രാജ്യം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. രാഹുൽ ഗാന്ധി പപ്പു ആണെങ്കിൽ നിങ്ങളിങ്ങനെ മുട്ടടിക്കേണ്ട വല്ല കാര്യമുണ്ട്. അതുകൊണ്ട് ദയവായി ഇങ്ങനെ പ്രതികരിക്കരുതെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ രാഹുൽ ഗാന്ധിയുടെ പക്ഷമൊന്നും പിടിച്ച് പറയുന്നതല്ല. നിങ്ങളോട് ആരും സത്യം പറയാത്തത് കൊണ്ടും നിങ്ങൾ നിങ്ങളുടേതായ മിഥ്യ, നിങ്ങൾ നെയ്തെടുക്കുന്ന മിഥ്യയിൽ മാത്രം വിശ്വസിച്ച് അതുകൊണ്ട് സത്യത്തെ അടിച്ചമർത്താം എന്ന് വിചാരിച്ചാൽ ഇനിയും അങ്ങോട്ട് ആ കാര്യം നടക്കത്തില്ല എന്ന് ദയവായി മനസ്സിലാക്കി. യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി 2014 രാജ്യത്തിന് നൽകിയ ഒരു വാഗ്ദത്തമുണ്ട്. അത് നമ്മളെ മറന്നുപോയി. എന്താണ്? മിനിമം ഗവൺമെന്റ് മാക്സിമം ഗവർണൻസ്. അതൊരു സ്ലോഗനായിട്ട് പറഞ്ഞതല്ലാതെ അത് അല്പം പോലും ഒന്ന് ഓർത്തിരിക്കാനോ അതിനനുസരിച്ച് പ്രവർത്തിക്കാനോ നിങ്ങൾ ശ്രമിച്ചിരുന്നുവെങ്കിൽ ഈ ഒരു ഗതികേട് ഉണ്ടാകുമായിരുന്നില്ല എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട്, പ്രൈം മിനിസ്റ്റർ മോദി എൻ്റെയും പ്രൈം മിനിസ്റ്ററാണ്. ഞാൻ അദ്ദേഹത്തെ ഞാനൊരു ജനാധിപത്യ വ്യവസ്ഥയിൽ വിശ്വസിക്കുന്ന വ്യക്തിത്വകൊണ്ട് ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു. അതേസമയം തന്നെ ഒരു പ്രൈം മിനിസ്റ്ററും ഒരു രാജാവും ഒരു ഡിക്റ്റേറ്ററും സത്യത്തിന് അതീതമല്ല. ദി അൾട്ടിമേറ്റ് ട്രൂത്ത് ഈസ് പവർ. ദി അൾട്ടിമേറ്റ് പവർ ഈസ് ട്രൂത്ത്. ദി അൾട്ടിമേറ്റ് പവർ ഈസ് ട്രൂത്ത്. ആ സത്യത്തിൻ്റെ വീര്യത്തെ ചവിട്ടി മെതിച്ച് നിർവീര്യമാക്കി അസത്യത്തിൻ്റെ കടങ്കഥകൾ മെടഞ്ഞ് ഒരു രാജ്യത്തെ മുഴുവനും പാലൂട്ടി വളർത്താം എന്ന് വിചാരിച്ചാൽ അത് ചെയ്യുന്ന ആളുകൾ അവരോട് തന്നെ ചെയ്യുന്ന അപരാധമാണ് എന്ന ചരിത്ര സത്യം ഒരിക്കൽ കൂടെ അടിവരയിട്ട് ഊന്നൽ നൽകി പ്രസ്താവിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും സൽബുദ്ധി ഉണ്ടാകുമാറാകട്ടെ. ജയ് ഹിന്ദ്.